ഹായ് കുട്ടീസ്, നമുക്കിന്നൊരു തവളക്കുട്ടൻ്റെ കഥ കേട്ടാലോ? പണ്ടൊരു കാട്ടിൽ ചിപ്പു എന്നു പേരുള്ള ഒരു തവളക്കുട്ടനുണ്ടായിരുന്നു. അവൻ വലിയ പൊങ്ങച്ചക്കാരനായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണെന്നോ? ഞാൻ വലിയ മിടുക്കനാണ്, എനിക്ക് എന്തും ചെയ്യാൻ കഴിയും, ഞാനാണ് ബെസ്റ്റ് എന്നെല്ലാം എപ്പോഴും സ്വയം പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടേയിരിക്കും. ആ കാട്ടിലുള്ള മൃഗങ്ങൾക്കെല്ലാം ചിപ്പുവിൻ്റെ ഈ സ്വഭാവം അറിയാമായിരുന്നു. അവൻ്റെ പൊങ്ങച്ചം കേൾക്കുന്നത് അവർക്കാർക്കും ഇഷ്ടമല്ലായിരുന്നു. അവർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് അവൻ്റെ അടുത്ത് നിന്ന് പൊങ്ങച്ചം കേൾക്കാതെ രക്ഷപ്പെടുമായിരുന്നു. ചിപ്പുവിൻ്റെ കൂട്ടുകാരിയായിരുന്ന നീലപ്പക്ഷി എപ്പോഴും അവനോട് പറയും, ഒന്ന് നിർത്ത് എൻ്റെ ചിപ്പു, നിന്റെ പൊങ്ങച്ചം. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കാനേ കഴിയില്ല. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ ചിപ്പു തവള എപ്പോഴും പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം നീലപ്പക്ഷിക്കും മറ്റു കൂട്ടുകാർക്കും ഒപ്പം ഇരിക്കുമ്പോൾ ചിപ്പുത്തവള പറഞ്ഞു, ഈ കാട്ടിൽ ഏറ്റവും ബുദ്ധിയുള്ളത് എനിക്കാണ്. എനിക്കെന്തും ചെയ്യാൻ സാധിക്കും. എന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ എനിക്ക് കഴിയും. എന്നെപ്പോലെ മിടുക്കൻ വേറെ ആരുണ്ട് ഈ കാട്ടിൽ? ഇത് കേട്ടുകൊണ്ട് ഒരു കുറുക്കൻ അങ്ങോട്ടേക്ക് വന്നു. ഇത് കേട്ടിട്ട് കുറുക്കന് ചിരി അടക്കാൻ സാധിച്ചില്ല. അവൻ ഉറക്കെ ചിരിച്ചു. എന്താ കാര്യം? എന്തിനാ നീ ചിരിക്കുന്നത്? നീലപ്പക്ഷി കുറുക്കനോട് ചോദിച്ചു. ചിരി നിർത്തിയിട്ട് കുറുക്കൻ പറഞ്ഞു, നിങ്ങൾ ഈ ചിപ്പുത്തവളയെ ഒന്ന് നോക്കിക്കേ, എത്ര ചെറുതാണിവൻ. ഇവന് നേരെ ഒന്ന് എഴുന്നേൽറ്റ് നടക്കാൻ പോലും സാധിക്കില്ല. ചാടിയല്ലേ പോകുന്നത്. നന്നായി കരയാൻ പോലും ഇവനറിയില്ല. എന്നിട്ട് ഇവൻ പറയുന്നു, ഈ കാട്ടിലെ ഏറ്റവും മിടുക്കൻ അവനാണെന്ന്. കഷ്ടം തന്നെ. അപ്പോൾ എല്ലാ മൃഗങ്ങളും ചിപ്പുത്തവളയെ നോക്കി കളിയാക്കി ചിരിച്ചു. ചിപ്പു അപ്പോഴാണ് അവൻ്റെ കുറവുകളെപ്പറ്റി ചിന്തിച്ചത്. പിന്നീട് ഒരിക്കലും അവൻ പൊങ്ങച്ചം പറഞ്ഞിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ചിപ്പുത്തവളയെ മറ്റു മൃഗങ്ങളും പിന്നീട് കളിയാക്കിയിട്ടില്ല. എല്ലാവരും കൂട്ടുകൂടി സന്തോഷത്തോടെ ആ കാട്ടിൽ ജീവിച്ചു. കഥ കേട്ടോ? എന്താ മനസ്സിലായത്? നാം സ്വയം പുകഴ്ത്തി സംസാരിക്കുന്നത് ഒരു നല്ല കാര്യമേ അല്ല. അത് കേൾക്കാൻ മറ്റുള്ളവർക്കും തീരെ ഇഷ്ടമുണ്ടാവില്ല. നമ്മളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയേണ്ടത് മറ്റുള്ളവരാണ്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യണം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും നമ്മെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം പറയും. മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ കഥയിൽ നമ്മൾ ആരെയൊക്കെ കുറിച്ചാ പറഞ്ഞത്? അവരെ ഒന്നുകൂടി നമുക്ക് കണ്ടാലോ? കുറുക്കൻ. കുറുക്കന് ഇംഗ്ലീഷിൽ എന്താ പറയുക? അതെ, ഫോക്സ്. എന്താ? ഫോക്സ്. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? തവള. തവളയ്ക്ക് എന്താ പറയുന്നേ? ഫ്രോഗ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഫ്രോഗ്. പിന്നെ ഒരു നീലപ്പക്ഷി കൂടെയില്ലേ? ബ്ലൂബേർഡ്. എന്താ? ബ്ലൂബേർഡ്. നിങ്ങൾ എല്ലാവരും മിടുക്കരാണല്ലോ. ഇനി നമുക്ക് നാളെ പുതിയ കൂട്ടുകാരുടെ കഥയുമായി കാണാം. ഗുഡ് നൈറ്റ് കുട്ടീസ്.